നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാപിച്ച സെന്റർ ഫോർ ഡ്രോൺ, റോബോട്ടിക്സ് ആൻഡ് IoT ടെക്നോളജീസ് ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കീഴിലാണ് അത്യാധുനിക സാങ്കേതിക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. യസ്കാവ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് സാങ്കേതിക കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യ, റോബോട്ടിക്സ്, എംബഡഡ് സിസ്റ്റംസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇൻഡസ്ട്രി 4.0 എന്നീ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് വ്യവസായ നിലവാരത്തിലുള്ള പരിശീലനവും ഗവേഷണ സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അത്യാധുനിക കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. വ്യവസായ അക്കാഡമിക് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ, തൊഴിൽ സാധ്യതകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ കേന്ദ്രം സഹായകമാകുമെന്ന് അധികൃതർ പറഞ്ഞു. യസ്കാവ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രസിഡന്റും സിഇഒയുമായ ശൈലേന്ദ്ര സാൽവി സാങ്കേതിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. At Yasakawa, now you have seen Kato-san here, so we are a Japanese company. Okay, so we are more than 115 years old company. So in India, we are there from 35 years. So, and as you have seen today, all the younger generation, you talk about IoT, you talk about robotics, you talk about physical AI, you talk about quantum computation. So many things are happening. Is it not? Triple E guys and everyone. So already Arjun-san said, and then it was told by Kato-san and Rajesh-san and also Madam, that all of you have to see that how you develop yourself to be in the industry afterwards, because lot of challenges are coming outside. It's not that easy nowadays to go to US or go to Canada or go to Australia. We are having a strong opportunities in our country. Going there and then struggling for visas and then spending money and so much of uncertainty, it has no meaning. എംബിറ്റ്സ് ചെയർമാൻ ബേബി തോമസ് അധ്യക്ഷത വഹിച്ചു. യസ്കാവ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സീനിയർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും CMOയുമായ തകാഷി കാറ്റോയും മുഖ്യാതിഥിയായിരുന്നു. യസ്കാവ ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടെ സജ്ജീകരിച്ചിരിക്കുന്ന ഈ കേന്ദ്രത്തിൽ ഡ്രോണുകൾ, മൊബൈൽ റോബോട്ടുകൾ, എംബഡഡ് സിസ്റ്റംസ്, സെന്റർ അധിഷ്ഠിത IoT ആപ്ലിക്കേഷനുകൾ, ഇൻഡസ്ട്രി 4.0 സാങ്കേതികവിദ്യകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനവും ഗവേഷണ പ്രവർത്തനങ്ങളും നടപ്പാക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷകർക്കും വ്യവസായ നിലവാരത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനവും അനുഭവ പരിചയവും നേടുന്നതിനുള്ള മികച്ച വേദിയായിരിക്കും ഈ കേന്ദ്രം. യസ്കാവ ഇന്ത്യ കീ അക്കൗണ്ട് ഡെവലപ്മെന്റ് ഹെഡ് അർജുൻ ഗോപാൽ, കോർപ്പറേറ്റ് HR ഹെഡ് രാജേഷ് G തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കമ്പനി സെക്രട്ടറി മഹേഷ് കുമാർ, കോളേജ് സെക്രട്ടറി ബിനോയ് തോമസ്, ട്രഷറർ KP ജോർജ്, ഡയറക്ടർ ഡോക്ടർ ഷാജിൻ കുര്യാക്കോസ്, പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോർജ്, പ്രൊഫസർ ജീന ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ഷെറിൻ തോമസ് സ്വാഗതവും പ്രൊഫസർ ഷൈനി പീറ്റർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.